ആരും ഇവിടെ നിർബന്ധിക്കൂല. ഹലോ ഗൈസ് അപ്പൊ നമ്മള് ബീവിന്റെ പരിപാടിക്ക് പോവാണ്. ഞങ്ങള് 4 ആള്. അതെ, 3 ആള് പോയാലും അതുകൊണ്ട് നമ്മള് 4 ആള് പോവാണ്. സന്നനെ കല്യാണം വിളിച്ചിട്ടില്ല. അല്ല സന്നനെ കല്യാണം വിളിക്കാത്തോണ്ട് തന്നെ നമ്മള് ഹനാൻസിന്റെ ഒരു പാട്ട് ഹനാൻസ് കാണുകയാണെങ്കിൽ നിങ്ങളെ പാട്ട് നമ്മൾ ചെറുതായിട്ട് ഒന്ന് കടം എടുത്തിട്ടുണ്ട്. ആ പാട്ട് നമ്മൾ വേണമെങ്കിൽ ഒന്നുകൂടെ പാടാം. റെഡി 3, 2, 1 സ്റ്റാർട്ട്. പോവാണ് നമ്മള് പോവാണ്, ബീവിന്റെ കല്യാണത്തിന് പോവാണ്, പെരിന്തൽമണ്ണക്ക് പോവാണ്, കാറില് ഞമ്മള് പോവാണ്. വെസ്കുണ്ട് നല്ലോണം ഞമ്മക്ക് വെസ്കുണ്ട്. ഒന്നും ഞമ്മള് കഴിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ പള്ളക്ക് പൈപ്പുണ്ട്. കിട്ടിണ്ട് ബ്രൗണി ഞമ്മക്ക് കിട്ടിണ്ട്, ആഷിഖിന്റെ ബാഗിന്ന് കിട്ടിക്കണേ. കാലം വിശപ്പിന് കിട്ടിണ്ട്. ഞാനുണ്ട്, നസീബുണ്ട്, ആഷിഖുണ്ട്, വിളിക്കാതെ വന്ന സന്നുണ്ട്. ബീവിന്റെ നിക്കായിന് പോവാണ്, അടിച്ചു പൊളിച്ചു പോവാണ്, ബ്രൗണി തിന്നുണ്ട് പോവാണ്. അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞ ആ ഒരു പാട്ട്. ഒന്നാമതേ സമയം നമുക്ക് വളരെ കുറവാ. ഇനിയിപ്പോ അതിന്റെ ഇടയിൽ കൂടെ ആഷിഖിന്റെ സ്ഥലം മാറിയിട്ടുണ്ട്, വഴി തെറ്റിയിട്ടുണ്ട്. ഇപ്പൊ നമ്മള് കറക്റ്റ് ഇവിടെ അല്ലേ? സന്ന ഈ എന്താ ലിപ്സ്റ്റിക് ഫോണ് പിടിച്ചോ, ഫോണ് പിടിച്ചോ. അല്ല പിടിച്ചു സന്ന. മൈക്ക് വർക്കാവുണ്ടോ? മൈക്ക് വർക്കാവുണ്ടോ? മൈക്ക് വർക്കാവുണ്ട്. ഈ ബ്രൗണി പൊടിഞ്ഞിട്ടല്ലേ, അതുകൊണ്ട് നോട്ടെ ടേസ്റ്റ് നോട്ടെ. ഇത് പൊക്കാന്ന് വിചാരിച്ചു. അത് താഴേക്ക് വീണ മേത്തേക്ക് ആക്കരുത്, അത്ര എനിക്ക് പറയാനുള്ളൂ. ഇല്ല, നമുക്ക് സമാധാനത്തോടെ സമാധാനത്തോടെ സംസാരിക്കാൻ സമാധാനത്തോടെ സംസാരിക്കാനാണ് സന്ന പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ നമ്മളിപ്പോ അങ്ങനെ ബീവിന്റെ പരിപാടിക്ക് പോവാണ്. ബീവിന്റെ പരിപാടിക്ക് വിളിക്കാത്ത സന്ന ഉണ്ട്, ആഷിഖുണ്ട്, ഹാബിലുണ്ട്, നസീബുണ്ട്. സംഭവം ബീവിന്റെ പരിപാടി എല്ലാവർക്കും അറിയാൻ മതിയാവും. പെരിന്തൽമണ്ണ വെച്ചിട്ടാണ്, നമ്മള് നാട്ടിൽ നിന്നാണ്. നമ്മള് കോഴിക്കോട് നിന്ന് പോകുന്ന നേരം സന്ന ഓടി കയറിയാണ് വണ്ടിയില് പോണ. വണ്ടിന്റെ ഷാള് പോവേ. വണ്ടി നമുക്ക് റൂട്ട് തെറ്റി, നമ്മള് പിന്നെ തിരിച്ച് വേറെ ഏതോ റൂട്ടിനാ പോണ്. വിശക്കുണ്ടല്ലേ? നമ്മൾ കല്യാണത്തിന് വേണ്ടി മാട്ടടി അടിക്കാൻ കേട്ടോ. സോറി, അങ്ങനെയല്ല. നമ്മക്ക് 1/2 മണിക്കൂറും കൂടി ഉണ്ട്. 1/2 മണിക്കൂറുണ്ട്, പക്ഷെ സമയം ഇപ്പൊ നമുക്ക് 3:30 കഴിഞ്ഞ് 3:40 അടുത്തായി. 4 മണിക്കാണ് നിക്കാത്. നമ്മള് അവിടെ 3:55 എത്തും ഇൻഷാ അല്ലാഹ്. അതെത്തുന്ന വലിയ പ്രതീക്ഷ ഒന്നും വെക്കണ്ട. 3:55 എന്താടോ നിക്കാഹിന് മുന്നേ. നിക്കാഹ് സമയം പറഞ്ഞത് 4 മണിയാണ്. പക്ഷെ ബീവി നമ്മളോട് പറഞ്ഞത് അല്ലടോ, ഞാൻ ഒരു കാര്യം ബീവി നമ്മളോട് പറഞ്ഞതറിയോ 3:30 എത്തണമെന്ന്. അത് ഒരിക്കലും ഇപ്പൊ നമുക്ക് പോസിബിൾ ആവൂല. 3 കഴിഞ്ഞു, 3:30 ആയി. അതെ, 3:30 എത്തണം എന്നാണ് ബീവി നമ്മളോട് പറഞ്ഞത്. ബീവിന്റെ പരിപാടി നമ്മൾ എപ്പോഴും നേരം വൈകി എത്തണം എന്നാ. കാരണം പരിപാടി നേരം വൈകി തുടങ്ങും, നമുക്കറിയാം. പക്ഷെ അത് ഫാക്ട് കേട്ടോ. ഇന്നലെ 4 മണിക്ക് തുടങ്ങുന്ന പരിപാടി 7 മണിക്ക് തുടങ്ങി. അതിലെന്തെങ്കിലും തെറ്റ് കുറ്റങ്ങൾ ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ വേഗം പറയാ. സണ്ണി ഫോൺ പിടിച്ചാ പിടിക്ക് തന്നെ. ഓ, കല്യാണത്തിന് വിളിച്ചു കഴിച്ചിരിച്ച അതിന്റെ പ്രതികാരം ചെയ്യാ. ഇത്രയും നേരം അന്നെ പറഞ്ഞു, ഇനി പറഞ്ഞോ, ഇനി നമ്മളെ കുറ്റം പറഞ്ഞു. സന്നക്ക് എന്താ പറയുക? സന്ന കാവാൻ കോയിട്ടായിട്ട് സംസാരിക്കുന്ന പറഞ്ഞു. സന്ന സംഭവം ഒന്നുമല്ല. സന്നക്ക് ഇപ്പൊ ഒരു ടെൻഷൻ എന്താ വെച്ചാൽ അവിടെ എത്തിക്കഴിഞ്ഞ് കല്യാണം വിളിച്ചില്ല ആരെങ്കിലും ചോദിക്കും. അതല്ല പ്രശ്നം, അതല്ല നമുക്ക് തിന്നാൻ കിട്ടുമെന്നുള്ളതാണ് പ്രശ്നം. ഫുഡ് അതിനൊരു കുറവ് ഉണ്ടാവില്ല കേട്ടോ. കാരണം എന്താ അറിയോ, നമ്മള് 4-5 ആൾക്കാരെ പോണ്. ഇനി ഒരു 26 അല്ല, നേരത്തെ 17 മിനിറ്റ് ആയില്ലോ കാണിച്ച്. 26 മിനിറ്റ് ആയി. ഇവൻക്ക് സന്ന ഫ്ലോപ്പ് സന്ന അല്ല. ഇപ്പൊ ഇത്രയും നേരം പറഞ്ഞ റെക്കോർഡാണ്. ആഷിഖ് റെക്കോർഡ് ആയിട്ട് തന്നെങ്കിൽ എനിക്കറിയില്ല. ഇങ്ങോട്ട് നസീബിന്റെ എത്താത്ത വിളിച്ച്, നസീബിന്റെ എത്താത്ത വിളിച്ചിട്ട് നസീബെ ഇതിൽ കണക്ട് ചെയ്തോ. അപ്പോഴാണ് പെട്ടെന്ന് കല്യാണാലോചന ഒക്കെ പറയണേ. വാട്സാപ്പിൽ ഫോട്ടോ, കുട്ടിന്റെ ഫോട്ടോ, നസീബിന് പെണ്ണാലോചിച്ച്.
ഇല്ലടാ ഞാൻ ഇപ്പൊ നോക്കണില്ല, എനിക്ക് വേണ്ട പറഞ്ഞ. എന്നിട്ട് നമ്മൾ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ഇൻസ്റ്റ കയറിയിട്ട് ആ കുട്ടിന്റെ പ്രൊഫൈൽ ഫുൾ എടുത്തില്ല. ഫോട്ടോ വെച്ചിട്ട് ഈ ഗൂഗിളിൽ ഫോട്ടോ ഇട്ടിട്ട് സെർച്ച് ചെയ്തിട്ട് ഇൻസ്റ്റ ഐ ഡി കണ്ടുപിടിച്ചിട്ട് ഇൻസ്റ്റ കയറി തപ്പുന്നു. താത്ത വിളിച്ച സമയത്ത് പറഞ്ഞില്ല എനിക്കിപ്പോ ഒന്നും വേണ്ട, തേങ്ങ മാങ്ങ ചക്കാതൊക്കെ വേണ്ടി. കുറച്ച് കഴിഞ്ഞിട്ട് ഫോൺ ഇങ്ങനെ ഒരു മൂലയ്ക്ക് ഇങ്ങനെ മാറ്റി പിടിച്ച് നമ്മൾ വെറുതെ നോക്കുമ്പോ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഇതിങ്ങനെ കാണുന്നത് അത് എനിക്ക് വന്ന ഫോളോവർ ആണ്. അത് ഏത് ഫോളോവർ? കുട്ടീനെ റിവീൽ ചെയ്യാൻ കുട്ടി അതൊന്നും അല്ല കുട്ടി എത്താപ്പത്. ഓ പിന്നെ കണ്ടമാനം ഫോളോവേഴ്സ് ഡെയിലി വരുന്നവനാണല്ലോ ഫോട്ടോ നടന്ന്. ഇന്നലത്തെ ദിവസം വേണ്ട പറയടാ, നീ പറ. എനിക്കൊന്നും പറയാനില്ല. ഈ പറ എടാ നെറ്റ് കിട്ടുന്നില്ല. ആ ഗൂഗിൾ അല്ല ചേ ഇൻസ്റ്റാ കയറി നോക്കി കുട്ടിയുടെ ഐഡിയ എന്താന്ന് ചോദിച്ചപ്പോ അതും പറഞ്ഞിരുന്നില്ല. നമുക്ക് നസീബിന്റെ ഐഡിയ കുട്ടീനെ നെറ്റ് ഇല്ല അതൊക്കെ അതിനായോ. അപ്പൊ നിങ്ങക്ക് നസീബിന്റെ ഡീറ്റെയിൽ ഒക്കെ വേണേല് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. താല്പര്യമുള്ളവര് വീഡിയോഗ്രാഫർ ആണ്, ആലപ്പുഴക്കാരനാണ്, വീഡിയോഗ്രാഫർ ആണ്, ഭയങ്കര സ്വഭാവം, നല്ല സ്വഭാവമാണ്. താല്പര്യമുള്ളവർക്ക് പെണ്ണ് ആലോചിച്ച് മെസ്സേജ് അയക്കാം. എന്റെ നമ്പർ ഞാൻ തരില്ല, ഓന്റെ നമ്പർ ഞാൻ തരുന്നുണ്ട്. ഞാൻ അടി കൊടുക്കാം, വീഡിയോന്റെ അടി കൊടുക്കില്ല തന്നെ. ഞാൻ അത്രേ ഉള്ളൂ. സാരല്ല, ഒരാൾ വിളിക്കൂല, എനിക്ക് ഉറപ്പാ വിളിക്കൂലെന്നുള്ളേ. എനിക്കുള്ള ഞാൻ പറയാം, എന്റെ ആരും വിളിക്കാതെ അന്നാ പിടിച്ച് ചെന്നല്ല. എനിക്കിതിലൊന്നും പറയാനില്ല. അല്ല ഹാബിലിന് പെണ്ണ് നോക്കണ്ട കേട്ടോ. പക്ഷെ നിന്നെ ആ സീനിൽ ഇടൂ, ഞാൻ ഇടൂ. കല്യാണം കഴിക്കുന്ന ഇവന് കുറച്ച് എന്താ പറയാ വരുംകാല ഭാര്യ എക്സ്പെക്ടേഷൻസ് അല്ല, ഓന് കുറച്ച് ഇതുണ്ട്. അതായത് ഓൻ എന്നോട് പറഞ്ഞൊരു കാര്യണ്ട്. ഇതൊക്കെ ഓൻ കേക്കുന്ന ഇത് ഇടൂല്ലോ അല്ലെ? ഇങ്ങോട്ട് അതായത് ഇവന് വരുംകാല ഭാര്യനെ പറ്റിയുള്ള ഇവന്റെ ഒരു എക്സ്പെക്ടേഷൻ എന്ന് വെച്ചാല് ഓൻ ഇങ്ങനെ ഹഗ് ചെയ്യുമ്പോ കറക്റ്റ് ഓളെ തല ഓന്റെ നെഞ്ചോട് ഇങ്ങനെ ചേർന്നിരിക്കും. അവൻ വിത്ത് എക്സ്പ്രഷൻ കാണിച്ചാണ്. ഇല്ലടാ നീ പറഞ്ഞില്ലേ? നീ പറഞ്ഞില്ലേ? നീ പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ? തൊള്ള തുറക്കുന്നായി കഴിഞ്ഞ് എനിക്ക് ഓർമ്മ. അവൻ ഓർമ്മയില്ലാത്തല്ല ഓന്. പിന്നെ വേറെന്തേലും ഹൃദയമാണോ തലയാണോ? ഇവനിപ്പോ കോഴിക്കോട് അത്യാവശ്യം നല്ലൊരു മോട്ടിവേറ്റർ സ്പീക്കറാണ്. ഇൻസ്റ്റാഗ്രാമിലെ ഞാനായിട്ട് ഇനി പറഞ്ഞേണ്ട ആവശ്യം. അതെ 20K അടിച്ചിട്ടുള്ളൂ. അതിന്റെ പാതി ആഫ്റ്റർ മാരേജ് നിണ്ട്. അതെ അത് ഇന്നലെ പാളി പോയി. അതിന്റെ വീഡിയോ എന്റെ ഉണ്ട്. അത് ലിങ്ക് ബസ് KSRTC ഇതൊക്കെ ഏതാണ്ടാ ഹാപ്പി അല്ലേ? ഞാൻ ഇതൊന്നും ഇനി ആ ഫോണിങ് ഉണ്ടാ, ഇനി ഫോണിങ് ഉണ്ടാ, ഇനി ഫോൺ ഇത് പിടിക്ക്. സന്നേനെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല. എന്റെ പണി എന്താ തന്നെ. അടുത്തതായി നമ്മൾ ഇനി പറയാൻ പോകുന്നത് ആരെ കുറിച്ചാണ്? ദ ഗ്രേറ്റ് സന്ന. സന്നയെ കുറിച്ച് പറയാനാണെങ്കിൽ സന്നനെ എപ്പോഴാ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്? ഞാനോ? നിങ്ങൾ? ഓക്കെ, അതായത് സന്നനെ പരിചയപ്പെട്ട കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ടീമിന്റെ കാര്യം ആദ്യം പറയണം. വൈബ് ടീമിനെ കുറിച്ച്. അതാണ് നമ്മൾ ടീമിന്റെ പേര്, വൈബ് ടീം. ഈ പേരിട്ടത് ബീവിയാണ്. സംഭവം ബീവിന്റെ ഫസ്റ്റ് പരിപാടി ലോഗോ ലോഞ്ചിനാണ് നമ്മളെല്ലാരും അന്ന് മീറ്റ് ചെയ്യണത്. അതെ, മകരി ഡിസൈൻസിന്റെ ലോഗോ ലോഞ്ചിന്റെ അന്ന് നമ്മളെല്ലാരും മീറ്റ് ചെയ്തു. അന്ന് ആ പരിപാടിക്ക് കംപ്ലീറ്റ് നമ്മളായിരുന്നു ഉണ്ടായിരുന്നത്. അതിന്റെ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ഈ ടീമിൽ എത്ര ആളുടെ അറിയോ? ഞാന്, നസീബ്, ആഷിഖ്, ഷംലാന്, റെബിന്, ഷെഹല്, ദിലു. ഇതിലേക്കാണ് സന്ന ജോയിൻ ചെയ്തത്. ദിലു, സണ്ണി, ഇവർ രണ്ടാളും ജോയിൻ ചെയ്തത് കഴിഞ്ഞ വീക്കാണ്. അതിന്റെ റീസൺ നമ്മൾ പറഞ്ഞുതരാം. അപ്പൊ അന്നാണ് സന്നയെ നമ്മൾ പരിചയപ്പെടുന്നത്. പക്ഷെ ഇന്നലെ നടന്നൊരു പ്രത്യേക സാഹചര്യത്തിലാണ് നമ്മൾ മനസ്സിലാക്കിയത് നമ്മളെ കൂട്ടത്തിലുള്ള ഏറ്റവും വലിയ ഫെയിമുള്ള ആൾ സന്നയാണ്. അതെ, ഇന്നലെ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് വന്ന സമയത്ത് ഒരുപാട് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ലോകമെമ്പാടും അറിയപ്പെടുന്ന ഒരുപാട് ആളുകൾ വന്നപ്പോൾ സന്നെ വന്നുകൊണ്ട് ഹായ് സന്ന എന്ന് പറഞ്ഞ് ഫോട്ടോ എടുക്കുന്നു, അതുപോലെ തന്നെ പരിചയപ്പെടുന്നു. ഇവരൊക്കെ നമുക്ക് സോഷ്യൽ മീഡിയ ത്രൂ മാത്രമേ അറിയുള്ളൂ. ആശിക്ക് നമുക്ക് അങ്ങനെ അറിയുള്ളൂ. നമ്മള് കുറച്ച് ആൾക്കാർക്ക്. അപ്പോ സന്നെ അന്നെ ശരിക്കും പരിപാടി വിളിച്ചിരുന്നോ എന്നൊക്കെ പറയുന്നുണ്ട്. ഒന്ന് പ്രൂഫ് ആണെങ്കിൽ സന്നെ ബീവി
പരിപാടി വിളിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയില്ല. അത് ഇത് കഴിയട്ടെ, ഞാൻ കഥ ഞാൻ പറയാം. അത് തുടങ്ങട്ടെ. ആ പ്രൂഫ് കാണിക്കേ. ഇപ്പൊ ലോഡ് ആവുന്നില്ല എന്നാണ് പറഞ്ഞത്. ഇതെന്താ നിങ്ങൾ കഥ പറയണോ? അല്ല അതിന് സ്റ്റാർട്ടിങ്ങിൽ ഈ ഓളെ അങ്ങോട്ട് ഇതുണ്ടല്ലോ, അതാ എവിടെ ഒരു വിവരവും ഇല്ലല്ലോ അങ്ങോട്ട് ചോദിച്ചിട്ടാണ്. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. ഈ സന്ന മോള് എന്തുകൂടി ഈ സന്ന മോള് എന്നും പറഞ്ഞ് ബീവി ഓക്ക് മെസ്സേജ് അയച്ച്. സംഭവം മെസ്സേജ് അയച്ചതിന്റെ കാരണം ഓളെ കല്യാണം വിളിക്കാനുള്ള ഇതിലാണ് സനക്ക് മെസ്സേജ് അയച്ചത്. പക്ഷെ ബീവിന്റെ തിരക്കറിയാലോ, ബീവിന്റെ തിരക്ക് കാരണം വിട്ടുപോയി. പിന്നെ കുറേ നാള് ലൈക്ക് നമ്മളിപ്പോൾ ഈ കല്യാണത്തിന് പരിപാടിക്ക് അടുത്ത സമയത്ത് നമ്മൾ ഗ്രൂപ്പിൽ ഇങ്ങനെ പറയുമല്ലോ. ഞാൻ ഇപ്പം ഗ്രൂപ്പിൽ ദിലുവിനെ ആഡ് ചെയ്തു. അപ്പോൾ ദിലു ചോദിച്ചു ഓൾറെഡി, ഈ ദിലു ഇവളും കട്ടയാണല്ലോ, അപ്പോൾ ഓൾറെഡി സന്നേൻ്റെ കാര്യം ചോദിക്കുമല്ലോ. അപ്പോൾ സന്നേനെ ഗ്രൂപ്പിൽ ആഡ് ചെയ്ത്, അന്ന് നമ്മളെ ഗ്രൂപ്പിലില്ല. അപ്പോൾ എനിക്കാണെങ്കിൽ ബീവിനോട് ചോദിക്കാനൊരു മടി. ലൈക്ക് അങ്ങനെ ഞാൻ ബീവിക്ക് കോൾ ചെയ്ത്, ബീവി എന്തോ ഭാഗ്യത്തിന് അന്ന് കോൾ എടുത്തു. സാധാരണ അങ്ങനെ കോൾ എടുക്കലൊന്നുമില്ല, എന്തോ ഭാഗ്യത്തിന് അന്ന് സന്നേൻ്റെ ഭാഗ്യത്തിന് അന്ന് ബീവി കോൾ എടുത്ത്. ഞാൻ ബീവിനോട് ചോദിച്ചു, ബീവി സന്നേനെ ഇങ്ങനെ കല്യാണം വിളിക്കണില്ലേ ചോദിച്ചപ്പോൾ, എടാ ഞാനത് മറന്നു വയ്ക്കി, ഓളെ വിളിക്കണം. ഞാൻ ചോദിച്ചു ഓളെ ഗ്രൂപ്പിൽ ആഡ് ചെയ്തോട്ടെ ചോദിച്ചു. ആഡ് ചെയ്തു, അല്ലേ ആഡ് ചെയ്തു, ഞാൻ അവളെ വിളിച്ചോളാന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടാണ് ബീവി സന്നേനെ വിളിക്കണേ. അത് കേൾക്കണം. ആ ഡേറ്റ് ഒന്ന് കാണിച്ചില്ല ഒന്നും കൂടി. ഓക്കെ, സൗകര്യമില്ല. ഓക്കെ, അത് കുഴപ്പമില്ല, അത് വിട്, അത് ഡസൻ മാറ്റർ ആണ്. പക്ഷെ ഇപ്പോൾ ഞാനുണ്ട്, ഞാൻ ഒരു സാധാരണ നോർമൽ വീഡിയോഗ്രാഫറാണ്. ഹാബില് പ്രസന്ററാണ്, പിന്നെ ഇവൻ ഇൻഫ്ലുവൻസറാണ്. പക്ഷെ ഇതിലൊന്നും പെടാത്ത അവള് ഇതിലൊന്നും പെടാത്ത ഇവളാ മാൽപ്പുറത്ത് ഉണ്ടല്ലോടാ, റെക്കോർഡിംഗ് അല്ലേ? ഓക്കെ, ഇതിലൊന്നും പെടാത്ത ഇവളാ നമുക്കാർക്കും അറിയാത്ത പലർക്കും അറിയാം. ഇന്നലെ കാർണിവലിന് ബീവിന്റെ കാർണിവലാണ് ഇന്നലെ. അപ്പൊ ഇന്നലെ നമ്മള് എല്ലാ പ്രാവശ്യം പോലെ നമ്മൾ ഇന്നലെ എല്ലാം കളറാക്കി. പക്ഷെ നമുക്ക് ആർക്കും വിളിക്കാത്ത ചിലവ് അതെ, നമ്മളെന്താ വിളിക്കാ? അതെന്തെങ്കിലും ഓട്ടെ. ഓക്കെ, സന്നക്ക് ഫാൻസ് ഉണ്ട് കേട്ടോ, നമ്മൾ പറയുന്നതല്ല. സന്ന ഒന്ന് അറിഞ്ഞൊന്ന് കുറച്ച് വീഡിയോസ് സന്നക്ക് മനസ്സിലായിട്ട് സന്ന സ്വന്തമായിട്ട് വീഡിയോസ് ഒക്കെ എടുത്ത്, സാധാരണ ഞാൻ ക്യാമറയിൽ എടുക്കുമ്പം എന്നെ വിളിക്കും. എന്തിനാ വിളിക്കാന്ന് അറിയാവും? വീഡിയോ കൊണ്ട് നസീബ്ക്ക വീഡിയോ അത് ഞാൻ തരുള്ളൂ. അങ്ങനെയാണല്ലോ, ബിക്കോസ് ഐ എം എ വീഡിയോഗ്രാഫർ, യുനോ. അപ്പോ ഓളെ ഉൾമനസ്സിലുണ്ട് എന്ത്, എല്ലാരെയും പോലെ ഓക്കും ഇൻഫ്ലുവൻസർ ആവണം എന്നുള്ളൊരു സാധനം ഓക്കുണ്ട്. അപ്പോ ഈ കണ്ടുമുട്ടുന്ന ആൾക്കാർ പലരും എന്താ പറയാ, ഇങ്ങനെ ഇത്ര കെ ഫോളോവേഴ്സ് ഉള്ള ആൾക്കാരാണ്. എടാ അതൊക്കെ പറയിപ്പിച്ചു, മനസ്സിലായോ? പറയിപ്പിച്ചു. അപ്പൊ ഇന്നലത്തെ പരിപാടി ഇന്നലെ ആരുടെ പരിപാടി? ഇനി ബീവിന്റെ പരിപാടി. ഇനി ബീവിന്റെ മാത്രമായിട്ട് സിംഗിള് വന്ന് കെൻസ് അവരൊക്കെ എടുത്ത് ഇത് ഇവക്ക് വേണ്ടി മാത്രം പ്രത്യേക റീലൊക്കെ ഇറങ്ങിക്കണ്, ഇവർക്ക് വേണ്ടി മാത്രം. പക്ഷെ അതല്ല ഞാൻ ഇന്നലെ വരെ സന്ന ഭയങ്കര എനർജിയിലേനി, ഇപ്പൊ നോക്കി ചത്ത മീൻ കിടക്കണ പോലെ. അതിന്റെ കാരണം ഞാൻ പറയണത് നീ പറയോ? അത് നീ തന്നെ പറ. അതെ, ഇവളുടെ കട്ട ചങ്കിന്നില്ല, അതെ, ഇവളുടെ കരളിന്റെ കഷ്ണം ഇന്നില്ല. ഓള് മുങ്ങി. അങ്ങനൊന്നുമില്ല, അങ്ങനെ പറയല്. ദിലു, നീ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നീ ഇത് മനസ്സിലാക്ക. നീ ഇന്നലെ അല്ലെങ്കിൽ ഇത്രയും ദിവസം ഹാബിലിട്ട് കൊടുത്ത ഇനിയാണ് എനിക്ക് പറയാനുള്ളത്. ഈ ദിലുവിനെ ഞാൻ എന്ന് കണ്ടോ അന്ന് മുതൽ ഇന്നലെയാണ് ഓളെ ലാസ്റ്റ് കണ്ടത്. ആ നിമിഷം വരെ ഞാൻ എയറിലായിരുന്നു. ഞാൻ എയറിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ബഹിരാകാശം വരെ എത്തിയിട്ടുണ്ട്. അപ്പൊ സന്റെ ഒക്കെ നാക്കിന്റെ നീളം എന്ന് പറയണത് ഒരുപാട് വലുതായിരുന്നു. പക്ഷെ ഇപ്പൊ അല്ല, അവൾക്ക് എടുക്കാൻ പറ്റുന്നില്ല ശിവ, എടുക്കാൻ പറ്റുന്നില്ല. എന്നാ തമ്പുരാട്ടി ഒന്ന് എടുക്കൂ, ആ നാക്കിന്റെ നീളം ഞങ്ങളൊന്ന് ഇഞ്ഞി നമ്മളങ്ങനെ ഖയാൽ
പാലസ്. നമ്മള് ബീവിന്റെ പരിപാടി ഞാൻ പറഞ്ഞ പരിപാടി സലു തല്ലട്ടോ. ഞാൻ പറഞ്ഞ സലു തല്ലട്ടോ. എടാ ഇത് അതിലും ഫ്രെയിമാണെന്ന് തോന്നുന്നുണ്ട് ഇത്. എടാ ഇത് വേറെ ഏത് സ്ഥലാ? മൈക്ക് മേത്തെത്തിട്ട് കൊണ്ടോ അപ്പൊ നമ്മള് ബീവിന്റെ പരിപാടി സ്ഥലത്ത് എത്തിന്. വണ്ടികളല്ലേ? ഓ അത് ഓന്റെ വണ്ടി തന്നെയാ. ആ ചെക്കൻ്റെ വണ്ടിയാ. ജാഗറോ എന്റെതാ. നമുക്കൊന്ന് സെറ്റ്. എന്താ അവസ്ഥ? അടിപൊളി. ഒരു വെറൈറ്റി ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഒരു കല്യാണത്തിന് വന്നിട്ട്. നടക്കേണ്ട അവസ്ഥ അത്യാവശ്യത്തിനുണ്ടോ? നമ്മള് മെറൂണ് ഡ്രസ് കോഡേന് പറഞ്ഞേ. ഷർട്ട് കിട്ടായിട്ട് ആശം വേറെ മൂഡ് സാധനം. ഏതാണ് പിയാപ്പിള മാറിപ്പോന്നുള്ളതാണ് ഇപ്പൊ എന്റെ ഡൗട്ട്. കാറ്ററിംഗ് ആവുന്നതിന്റെ പേടി. സോറി, കാറ്ററിംഗ് ആവുന്നുള്ള എന്റെ പേടി. മെറൂൺ എന്ന് പറഞ്ഞപ്പോ ഈ എങ്ങനെ ഇത്ര സെറ്റപ്പ് ആക്കുന്നു ഞാൻ വിചാരിച്ചില്ല കേട്ടോ. മെറൂൺ തന്നെ സെയിം അല്ലെ, ഏകദേശം സെയിം ഡിഫറന്റ്. മറ്റേ സാധനല്ലോ സെയിം ഡിഫറന്റ്. ഇതാണ് നമ്മുടെ മെറൂൺ കോഡ്. ഒരു ടീം അങ്ങോട്ട് പറന്നിരിക്കും. ഇത്രയും വലിയൊരു ഹാള്. ഇതാണ് ഓഡിറ്റോറിയം. ഇവിടെ ഹെർബൽ ടീ ഉണ്ട്, കാര്യങ്ങളുണ്ട്. കളർ കോഡ് മെറൂൺ ആക്കാൻ പറഞ്ഞിട്ട് നമുക്ക് പിങ്ക് പേസ്റ്റൽ കളർ. സോറി, അതെ എന്തുണ്ടായാലും അതെ ഇത് എന്തോ മെറൂൺ ആണെന്നേ ഉള്ളൂ. ഓനും മെറൂൺ ആണെന്താ പട്ടി ഷോട്ട് നോക്ക്. നല്ല രസമല്ലടാ, നല്ല രസമല്ല. ഇങ്ങോട്ട് പോര് അബിലെ പോര്. സ്വർഗീയ ലോകം വരെ നീണ്ടു നിൽക്കുന്ന ബന്ധമായി അവരുടെ ബന്ധത്തെ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. സ്വാലിഹ്യങ്ങളായ ദീനിനും സമൂഹത്തിനും ഉപകാരമുള്ള സന്താനങ്ങളെ നൽകി അള്ളാഹു തആല. ആബിലെ വിശന്ന സന്നക്ക് കിട്ടിയില്ല. വൺ ഡിമാൻഡുള്ളല്ലോ അതൊക്കെ. ഒലക്ക് ആരോ ഇങ്ങനെ ആരോ വരുത്തി ഇരുത്തുന്ന ആര് ഞങ്ങളെ കൈ കിട്ടി ഇങ്ങോട്ട് വന്നാണല്ലോ. പോരി ഒന്ന് നിന്നോ. വിളിച്ചില്ല. അങ്ങനെ ബീവിന്റെ മഹർ കിട്ടുന്ന പരിപാടിയും കഴിഞ്ഞു. അങ്ങനെ ബീവിന്റെ പരിപാടി കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് ഗൈസ്. കിടിലം പരിപാടി കേട്ടോ. കിടിലം പരിപാടി, കിടിലം ഫുഡ്, മൊത്തത്തിലൊരു നൈസ് പരിപാടി. അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. ഈ സമയം അപ്പം 8 മണി. ഇവിടുന്ന് റോഡ് മേലെ എത്തുമ്പോൾ ഏകദേശം എത്ര മണിയാവുമെന്ന് ഒരു ഐഡിയ ഇല്ല. അജ്മതൊന്നും ഇറങ്ങിയില്ല.
കോഴിക്കോട് ഇപ്പൊ ഒരു കല്യാണം ഉണ്ട്. ആരുത് നമ്മളെന്തോ എന്റെ പേര് എനിക്കറിയില്ല, എനിക്കില്ല. തന്നെ സൈഡായോ? സൈഡായില്ലല്ലേ? ഇങ്ങോട്ടോ നമ്മുടെ ഇനി അടുത്ത പരിപാടി ബാക്ക് ടു സന്ന. അയ്യോ, അപ്പൊ ശരി ഗൈസ്, ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യട്ടെ. ലെറ്റ്സ് ഗോ.